ധന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ട്. ഇന്ന് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോവാം കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. മോൾക്ക് കുറേ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അവൾ വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരത്തെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് അങ്ങ് കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ എണീക്കാനൊരു ചെറിയ മടി, ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സുഖമുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഡൽഹിയിൽ. അങ്ങനെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ കോടി അർച്ചന നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ തുടങ്ങിയ സമയത്തൊക്കെ പോകണമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്നാണ് ഇപ്പോൾ പോകാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ ഏകദേശം കഴിയാറായി തോന്നുന്നു. ഒക്ടോബറിൽ തുടങ്ങിയതാണ്, നവംബറിൽ കഴിയുമെന്നാണ് കേട്ടത്. അപ്പോൾ ഇനി നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് കാണാം. കുറേ ദിവസമായി നമ്മൾ കുറേ ഡൽഹിയിൽ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ല ഡൽഹിയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ ഇവിടെ നല്ല പൊല്യൂഷനായിട്ടോ. അപ്പോൾ ഇന്ന് ഇതാ കുറച്ചൊരു വെയിലുണ്ട്, എന്നാലും ഒരു മൂടലാണ്, മൊത്തത്തിലൊരു മൂടലാണ്. ദൂരേക്കൊക്കെ കാണുന്ന കുറച്ച് കുറവാണ്. നല്ല പൊല്യൂഷനായി. ദീപാവലിയൊക്കെ കഴിഞ്ഞപ്പോൾ പടക്കം പൊട്ടിക്കലും ഒക്കെ കൂടെ ആയപ്പോൾ പൊല്യൂഷനായി. പൊല്യൂഷൻ വരുമ്പോൾ എനിക്ക് പേടിയാണ്, ശ്വാസം മുട്ടൽ അസുഖം വരുമെന്നുള്ളത്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് അതൊന്നും നോക്കിയില്ല. അപ്പോൾ നമ്മളിതാ കണ്ട ദൂരേക്കൊക്കെ കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഒരു നിറയെ ഉണ്ട് കേട്ടോ. ഇപ്പൊക്കെ റോഡ് നല്ല വർക്കിംഗ് ഡേയിൽ ഭയങ്കര തിരക്കുള്ള സ്ഥലം കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക് കുറവ് കണ്ട. ഞങ്ങളെ മയൂർവിഹാർ അമ്പലത്തിലേക്ക് പോകുന്ന എന്താ പറയുക റോഡാണ്. ഭയങ്കര തിരക്ക് കുറവാണ്. പക്ഷെ ട്രാഫിക് കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റൂലായിരുന്നു. ഇന്ന് കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നല്ലൊരു സുഖമുണ്ട്. ആ റോഡിന് നേരെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്ഷരധാമിലേക്ക് എത്തുക. അക്ഷരധാമൊക്കെ ഇവിടെ അടുത്താണ്. ഇവിടുന്ന് കാണുന്നുണ്ടോ എന്നറിയില്ല. കുറച്ചിങ്ങനെ എത്ര സൂം ചെയ്താലും എൻ്റെ ഫോണിന് ശരിക്കും ക്ലിയറില്ല. ഇങ്ങനെ കാണാം അക്ഷരധാമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. പക്ഷേ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളെ കാണുന്നുള്ളൂ കേട്ടോ. നല്ല ഫോണൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കാണാൻ. അങ്ങനെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോഴിതാ നമ്മുടെ അമ്പലത്തിലെത്തി. അവിടെ കണ്ട വലിയ ബോർഡൊക്കെ വെച്ചിട്ട് രാത്രി കേട്ടോ എനിക്ക് തോന്നുന്നു കൂടുതൽ ഭംഗി ഉണ്ടാവുക. പോയവരൊക്കെ പറയുന്നത് രാത്രി നല്ല ഭംഗിയാണ് കാണാനേ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഒന്നിങ്ങനെ എടുത്തതാട്ടോ. നല്ല രസമുണ്ടായി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്പലത്തിൻ്റെ അകത്തേക്ക് ഭയങ്കര തിരക്ക് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നേ. അപ്പോൾ അത് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. പ്രത്യേകിച്ച് ഞായറാഴ്ചയും പിന്നെ അവിടെ കല്യാണം കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. എന്നുവെച്ച് ഞാൻ കുറേ നമ്മൾ ഇത്രയും കാലം പോയിട്ട് ഇത്രയും തിരക്ക് കണ്ടില്ലേ. ഓണത്തിനൊക്കെ കേട്ടോ ഇങ്ങനെ തിരക്കുണ്ടാവാറ്. എന്നിട്ട് നമ്മൾ കുറേ സമയത്ത് ഉള്ളിൽ കയറി തൊഴാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിലൊക്കെ കയറി തൊഴുതു. അപ്പം നമ്മൾ അർച്ചനയിൽ കുറച്ച് പങ്കെടുത്തു, കുറച്ച് നാമങ്ങളൊക്കെ ജപിച്ചു. അപ്പോഴേക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മളവിടെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതുകൊണ്ട് എല്ലാവരും എല്ലാം എടുത്തു വെക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ പിന്നെ എന്താ പറയുക അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പോകുന്നത് കേട്ടോ. ഒരുപോലെ പോലെ അങ്ങനെ ഞങ്ങളിതാ അർച്ചന കണ്ടു. അർച്ചനയിലൊക്കെ പങ്കെടുത്തു. നമ്മൾ പ്രസാദമൊക്കെ കഴിച്ചു.
നമ്മൾ തിരിച്ചിതാ വീട്ടിലേക്ക് പോകുന്നത്. ഇന്ന് വൈകുന്നേരമൊക്കെ നല്ല പരിപാടിയാണ് കേട്ടോ. വരാനൊന്നും പറ്റില്ല. കണ്ട അവിടെയും 2 സൈഡിലും വണ്ടികൾ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. മലയാളികൾ ഒരുപാട്, എത്രയൊക്കെ മലയാളികൾ ഉണ്ടോയെന്ന് വിചാരിക്കും, എത്രത്തോളം മലയാളികളുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അർച്ചനയുടെ സദ്യയും ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് പോവാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.